ചിന്ത വരണമെങ്കിലും ഒരു സാമൂഹ്യ നന്മ എന്നൊരു കാഴ്ചപ്പാട്. നമ്മളിപ്പോ പട്ടാളത്തിൽ ചേരുന്നത് സാമൂഹ്യ നന്മയുടെ പേരിലാണ്. ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ ശേഷി ഞാൻ വിനിയോഗിക്കുന്നത് സാമൂഹ്യ നന്മയാണ്. ഏത് മഹത്തരമായ കാര്യം ചെയ്യുന്നതും ഒരു സാമൂഹ്യ നന്മ എന്ന ചിന്തയുടെ അടിത്തറയിലാണ്. ആ അടിത്തറ ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടോ പുതിയ തലമുറയുടെ ഇടയിൽ എന്നുള്ള ഒരു ചിന്ത, അത് വല്ലാതെ വളർന്നു വരുന്നു എന്നുള്ള ആശങ്കയാണ്. അപ്പൊ അത് ഉദാഹരിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. അപ്പൊ അവിടെയൊക്കെയാണ് എക്സ് സർവീസ് ലീഗ് പോലും. എക്സ് സർവീസ് ലീഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പട്ടാളക്കാരെ കാണുന്നത്, അല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് ഒരുമിച്ച് വന്നവരെ കാണുന്നത് നാട് ആ തലത്തിലാണ്. ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു തലം ഈ ജനാധിപത്യ സംവിധാനം പോലും നമുക്ക് അതിന്റെ ഒരു പ്രിവിലേജ് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു തലത്തിൽ നിൽക്കുന്ന, ആധികാരികമായി അത്തരം തലങ്ങളിൽ നിൽക്കുന്ന ഇത്തരം മനസ്സുകളുടെ ചിന്തകളിൽ പുതിയ തലമുറയുടെ ഇത്തരം വ്യതിചലനങ്ങൾ കൂടി കടന്നു വരികയും അതിനൊക്കെ ബദലായി തങ്ങളുടെ അനുഭവങ്ങൾ, തങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പൊതുബോധവും പൊതു സാമൂഹ്യ നന്മയും ആ അടിത്തറയിലാണ് നമ്മുടെ വ്യക്തി ജീവിതം പോലും പടുത്തുയർത്തേണ്ടതെന്ന മഹത്തായ ഒരു ബോധം പൊതുസമൂഹത്തിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ നാടിന്റെ ഭാവി സംരക്ഷിക്കുന്നതിന് നല്ലൊരു പ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കാൻ കഴിയും. മനുഷ്യ മനസ്സിന്റെ പ്രതിരോധ സംവിധാനം. നമ്മളിന്ന് നേരിടുന്ന ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ അത് ഒരു അമിതമായ ഒരു ലാഭബോധം, ഇപ്പൊ സാമൂഹ്യ ചിന്തയും സാമൂഹ്യ ബോധവും പോകുമ്പോൾ വ്യക്തി എന്ന ചിന്തയിലേക്കും വ്യക്തി എന്നുള്ള ലാഭചിന്തയിലേക്കുമാണ് പോവുക. ആ വ്യക്തി എന്നുള്ള ലാഭചിന്തയിൽ നിന്നാണ് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് സാമൂഹ്യ പ്രശ്നങ്ങളായി രൂപപ്പെട്ടു വരിക. അപ്പൊ നമ്മൾ ഈ സാമൂഹ്യ ബോധത്തിൽ, സാമൂഹ്യ നന്മയിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ പോലും ഇല്ലാതാകും. അപ്പൊ ഇത് നമുക്ക് ജനറലായിട്ട് പറയാൻ കഴിയുന്ന വേദികൾ കുറവാണ്. നമ്മളൊക്കെ പങ്കെടുക്കുന്ന പല വേദികളിലും പ്രത്യേകമായ ഒരു അജണ്ടകൾ വെച്ചാണ് ആ വേദികൾ ക്രമീകരിക്കുക. അപ്പൊ ഇതുപോലെ കുടുംബസംഘം പോലെയുള്ള നമ്മള് ഒരു പൊതു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന വേദികൾ വളരെ